സോഷ്യൽ മീഡിയയിൽ ഈ 3 ചിത്രങ്ങളുടെ കൊളാഷ് നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാകും. പട്ടിണി കിടന്ന് അസ്ഥിപഞ്ജരമായി മരണത്തോട് മല്ലിട്ട ആ കുഞ്ഞിന് ഒരു വിദേശ വനിത വെള്ളം കൊടുക്കുന്നതും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവൻ സ്കൂളിൽ പോകുന്നതും ശേഷം അവൻ സ്കൂൾ പഠനം പൂർത്തീകരിച്ച് ബിരുദം വാങ്ങി നിൽക്കുന്നതുമായ ദൃശ്യങ്ങൾ. നൈജീരിയയിലെ തെരുവുകളിൽ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് അതിരൂക്ഷമായ പോഷകാഹാരക്കുറവ് മൂലം മരണത്തിന്റെ അരികിലായിരുന്നു ആ പിഞ്ചു കുഞ്ഞ്. ആ സമയത്താണ് നൈജീരിയയിലെ ദുർബലരായ കുട്ടികളെ സംരക്ഷിക്കാൻ ജീവിക്കുന്ന അഞ്ച റിഗ്രൻ ലോവൻ എന്ന ഡാനിഷ് ജീവകാരുണ്യ പ്രവർത്തക അവനെ കണ്ടെത്തുന്നത്. അവൾ അന്ന് സ്നേഹത്തോടെ വെള്ളം നൽകുന്ന ആ ഒറ്റ ചിത്രം അന്ന് ലോകമെമ്പാടും വൈറലായി മാറി. രക്ഷപ്പെടുത്തിയതിനു ശേഷം അഞ്ചയും അവളുടെ ടീമും അവന് കൃത്യമായ വൈദ്യസഹായവും വസ്ത്രവും ആഹാരവും നൽകി. സ്നേഹവും പരിചരണവും കിട്ടിയതോടെ ഹോപ്പ് വളരെ പെട്ടെന്ന് ആരോഗ്യവാനായി മാറി. കൊളാഷിലെ രണ്ടാമത്തെ ചിത്രം അവൻ പിന്നീട് ആരോഗ്യത്തോടെ വിദ്യാലയത്തിൽ പഠിക്കാൻ പോകുന്നതാണ്. മൂന്നാമത്തെ ചിത്രം നോക്കൂ, അത് ഹോപ്പ് തന്റെ വിദ്യാഭ്യാസത്തിൽ വലിയൊരു വിജയം നേടി ഗ്രാജുവേഷൻ സെറിമണി അഭിമാനത്തോടെ നിൽക്കുന്നതാണ്. ഒരു കാലത്ത് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞ് വിദ്യാഭ്യാസം കൊണ്ട് ഇന്ന് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. കഠിനമായ സാഹചര്യങ്ങളിലും പ്രതീക്ഷ കൈവിടാതെ കൃത്യമായ പരിചരണവും കരുതലും ലഭിച്ചാൽ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്താൻ സാധിക്കുമെന്ന് ഹോപ്പിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ അതിജീവന കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കൂ.